അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് ജോബ് നോക്കുന്നവരാണ് അല്ലെങ്കിൽ റിമോട്ട് ജോബ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ജോബ് സെർച്ച് ചെയ്ത് നോക്കി റിമോട്ട് ജോബിനെ പറ്റി, എന്നിട്ടൊന്നും ഒരു ജോബും കിട്ടിയില്ല, സെറ്റായിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിതാ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റ് ഞാൻ പറഞ്ഞു തരാം. ഓൺലൈനായിട്ട് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 100% വിശ്വസിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സൈറ്റ് ഏതാണെന്നും എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാം, എത്രയുണ്ട് ജോബിൻ്റെ വേക്കൻസി, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ജോബിനൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഫീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഈ ഒരു സൈറ്റിൽ റിമോട്ട് ജോബുകൾ ഒത്തിരി അവൈലബിളാണ്. നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യം അനുസരിച്ച് അപ്ലൈ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ വി വർക്ക് റിമോട്ട്ലി എന്നാണ്. അപ്പം ഷോർട്ട് ഫോം വന്നിട്ട് WWR എന്നാണ്. അപ്പം പേരും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു സൈറ്റിൽ എത്താവുന്നതാണ്. അപ്പം നമുക്ക് സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹോം പേജ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്കപ്പം ജോബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് ഇവിടെ ഈ 3 ഡോട്ട് ലൈൻ കിടക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജോബ് എന്നുള്ള ഓപ്ഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ജോബിൻ്റെ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് താല്പര്യമൊന്നുമില്ലാൽ ക്ലിക്ക് ചെയ്യുക. ഞാനപ്പം ജസ്റ്റ് ഇവിടെ പ്രോഗ്രാമിംഗ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പം പ്രോഗ്രാമിനകത്ത് തന്നെ പല ടൈപ്പ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് നോക്കാം. അതിനകത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ജോബിനകത്ത് നോക്കുമ്പോൾ കണ്ടോ, ഇപ്പം വന്നിരിക്കുന്ന ജോബിൻ്റെ വേക്കൻസികളാണ് അവർ കൊടുത്തിരിക്കുന്നത്. ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്, പിന്നെ ഓപ്പറേഷൻ ആൻഡ് കോർഡിനേറ്റർ ഉണ്ട്, ബിസിനസ് സിസ്റ്റം മാനേജർ ഉണ്ട്, സീനിയർ അക്കൗണ്ടൻ്റ് ഉണ്ട്. ഒരുപാട് വേക്കൻസികളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് ഫുൾ ടൈമാണ്. എനിവെയർ ഇൻ ദ വേൾഡ്, എവിടെ ഇരുന്ന് വേണേലും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ബിസിനസ് സിസ്റ്റം മാനേജ്മെൻ്റ് ആണെങ്കിൽ ഫുൾ ടൈമാണ്. കാനഡ ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ മാത്രം മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഏതാണെന്ന് വെച്ചാൽ റിമോട്ട് ജോബ് മതിയെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏത് സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമുക്ക് അതിന് ശേഷം കസ്റ്റമർ സപ്പോർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് അവർ ഒരുപാട് ജോബ് വേക്കൻസി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, അതൊരു കോൺട്രാക്ട് ബേസിലാണ് വരുന്നത്. എവിടെ വേണമെങ്കിലും നമുക്കിതൊന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വേക്കൻസി ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നതിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ബേസ് ആണ്. കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിവെയർ ഇൻ ദ വേൾഡ്, നമുക്ക് ലോകത്തിൻ്റെ ഏത് ഇതിലിരുന്നിട്ട് വേണേലും ഈ ഇതൊരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവർ കൊടുത്തിരിക്കുന്നത് നമ്മൾ മാനേജ് ചെയ്യണം. നമുക്ക് ബിസിനസ്സിലെ കസ്റ്റമേഴ്സിലെ ഫോണിലൂടെ അല്ലെങ്കിൽ ചാറ്റ്, ഇമെയിൽ. നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പം ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അല്ലാതെ നമ്മുടെ ഷോപ്പിൽ പലയിടയിലും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ടല്ലോ, അങ്ങനത്തെ കസ്റ്റമർ അല്ലെങ്കിൽ അല്ലാതെ ആണെങ്കിലും വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം. നമ്മൾ അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അവരുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുക. പിന്നെ മെയിലിലൂടെയും ഫോണിലൂടെയൊക്കെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു കസ്റ്റമർ സർവീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്.
അതിന് വേണ്ടുന്ന എക്സ്പീരിയൻസ് 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്താണ് സ്പെഷ്യലൈസ്ഡ് കസ്റ്റമർ സപ്പോർട്ട് B2B പ്രിഫറഡ് ഐഡിയലി വിത്ത് എൻ്റർപ്രൈസസ്. എന്താണ് നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഈ കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ടു ഹാൻഡിൽ ഇൻ ദ ആവറേജ് 30 കോൾസ് ആൻഡ് 50 ഇമെയിൽസ് ഡെയിലി. അപ്പം അവർ പറയുന്നത് 30 കോൾസും 15 മെയിലും ഒരു ദിവസം ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ നമുക്ക് എന്താണ് സിസ്റ്റം റിക്വയർമെൻറ്റ് ചെയ്തിരിക്കുന്നത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇതുണ്ടായിരിക്കണം. 20 MB ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ എന്താണ് ഫ്രീ വർക്ക് ചെയ്യുക, ഇടയ്ക്ക് ക്വിറ്റ് ചെയ്തൊന്നും പോകാൻ പാടില്ല. സ്റ്റേബിൾ പവർ ആൻഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എപ്പോഴും എന്താണ് നമുക്ക് വീട്ടിൽ വൈഫൈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടൊരു ജോബിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തന്നേ ഉള്ളൂ. എല്ലാ ജോബിനും ഇതേ ഡീറ്റെയിൽസ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെല്ലാം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജോബിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ഫോർ ദിസ് പൊസിഷൻ എന്നുള്ളത് കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു ഇതിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പേര്, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ കൊടുത്തിട്ട് നമ്മുടെ CV അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ CV അറ്റാച്ച് ചെയ്യുമ്പോഴത്തേനും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അതാണോ നമ്മളെ കാണുമ്പോൾ ഒരു ഇമ്പ്രഷൻ തോന്നത്തക്ക രീതിയിലുള്ള CV നമ്മൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കണ്ടോ, ഇത് എല്ലാം വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ താഴെ ഈ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു, നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പീരിയൻസ്, നമ്മുടെ എന്താണ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ കണ്ട് അവർ അതിൽ ഇമ്പ്രസ് ആയാൽ നമുക്ക് മെയിൽ ത്രൂ അവർ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് വർക്ക് തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മിക്കവാറും ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നവരായിരിക്കാം. പക്ഷെ നമുക്ക് മലയാളം ഓൾ കൺട്രിയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കോമണായിട്ട് നമുക്ക് എന്താണ് ലാംഗ്വേജസിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനത്തെ എന്താണ് ലാംഗ്വേജസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് കൂടുതൽ മുൻഗണന കിട്ടും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവരത് പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടി വരുമല്ലോ. മെയിലും ചാറ്റിങ്ങും ആണെങ്കിലും ഓക്കെ, നമുക്ക് ഗൂഗിൾ ട്രാൻസ്ഫർ ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാം. പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. മലയാളം കുഴപ്പമില്ലല്ലോ, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനത്തെ ലാംഗ്വേജൊക്കെ അറിയാമെങ്കിൽ നമുക്ക് കൂടുതൽ എന്താണ് ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ജോബിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് അവർ സാലറി എടുത്ത് പറഞ്ഞില്ല എന്ന് വരും. എന്നിരുന്നാൽ കൂടി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ആ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരോട് എന്താണ് ചോദിച്ചാൽ മതി. സാലറിയുടെ കാര്യവും അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് സാലറിയെ പറ്റി പറഞ്ഞിട്ടില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതൊരു 100% ജെനുവിനായിട്ടുള്ള ഒരു സൈറ്റാണ്. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിളിലോ ട്രസ്റ്റ്പാഡിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഫീസും എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് സാലറിയുടെ കാര്യം വിട്ടുപോയത് എന്താണ്, നിങ്ങൾ ഉദ്ദേശിച്ച സാലറി കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കുറഞ്ഞ് ഒരു മിനിമം എമൗണ്ട് ഉണ്ടല്ലോ, അതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.